Hi everyone, welcome back to Beehive. So ഇത് നമ്മുടെ 15-day ഇംഗ്ലീഷ് ഗ്രാമർ മാസ്റ്ററിംഗ് ക്ലാസ്സസ് ആണ്. നമ്മളൊരു 15 days സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ബേസിക് 10th ലെവൽ വരെയുള്ള ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ 15 days. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്: ഇൻട്രൊഡക്ഷൻ ടു പാർട്സ് ഓഫ് സ്പീച്ചസ്, നൗൺ, pronouns, verbs, adjectives, adverbs, preposition, conjunction, interjunction, then sentence structure, types of sentences, subject-verb agreement, tenses, active and passive voices. Then ഇതെല്ലാം കൂടി റാപ്പ് ചെയ്ത് ഒരു റീക്യാപ്പും കൂടിയാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ദ പാർട്സ് ഓഫ് സ്പീച്ച് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് ഫോം ചെയ്യുമ്പോൾ അതിൽ ധാരാളം വേർഡ്സ് ഉണ്ടാവും അല്ലേ? സോ അപ്പൊ കുറെ വേർഡ്സ് ചേർന്നിട്ടാണ് ഒരു സെന്റൻസ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ സെന്റൻസ് ഫോം ചെയ്യാനായിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യും. ഈ ഓരോ വേർഡ്സും ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ചിലായിരിക്കും കാറ്റഗറൈസ് ആയിട്ട് ഉണ്ടാവാം. അതിൽ ഡിഫറെന്റ് കാറ്റഗറീസ്, നമുക്ക് 8 കാറ്റഗറീസ് ആണ് ഉള്ളത് പാർട്സ് ഓഫ് സ്പീച്ച്. ദാറ്റ് ഇസ് വൺ ഇസ് നൗൺ, വെർബ്, അഡ്വർബ്, അഡ്ജക്റ്റീവ്, പ്രൊനൗൺ, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇന്റർജങ്ഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 8 പാർട്സ് ഓഫ് സ്പീച്ച്. ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ നൗൺ ആണ്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വേർഡ് ദാറ്റ് നെയിംസ് പീപ്പിൾ, പ്ലേസ്, തിങ്സ് ഓർ ഐഡിയാസ്. ഒരു ആളെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെയോ ഒരു സാധനത്തെയോ ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വേർഡാണ് എന്ത്? നൗൺ എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോഗ്, സ്കൂൾ, ബുക്ക്, ലവ്, ഇതൊക്കെ എന്താണ്? നൗൺ എന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ഈ വേർഡ്സ് ഒക്കെ. ഓക്കെ, ഇനി പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ദ വേർഡ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് നൗൺ ടു അവോയ്ഡ് ദ റിപ്പീറ്റേഷൻ. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ നൗൺ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ എന്താ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഡോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഡോഗ് ഈസ് ആൻ ആനിമൽ, ഡോഗ് ഹാസ് 4 legs, ഡോഗ് ഹാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ റിപ്പീറ്റഡ്ലി ഡോഗ് യൂസ് ചെയ്യണമെന്ന് പകരം ഫസ്റ്റ് സെന്റൻസിൽ നമ്മൾ ഡോഗ് യൂസ് ചെയ്തിട്ട് പിന്നെ ഉള്ള സെന്റൻസിൽ നമുക്ക് ഇറ്റ് ഹാസ് എന്ന് പറഞ്ഞത് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഇപ്പൊ റാം ഇസ് എ ബോയ്, റാം ഈസ് ഗോയിങ് ടു സ്കൂൾ എന്ന് റിപ്പീറ്റഡ് ആയിട്ട് റാം എന്നൊരു പേര് പറയാതെ ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിനെയാണ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഇനി verb. Verb means actions, action or the state of being, existence. So action example means action examples എന്ന് പറഞ്ഞാൽ run, jump, swim, ഇതൊക്കെയാണ്. swim, sing, ഇതൊക്കെയാണ് എക്സാമ്പിൾ. ഇനി സ്റ്റേറ്റ് ഓഫ് ബീയിങ് verb എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ഷനിലായിരിക്കുന്നു എന്ന് പറയുന്ന വേർഡ്സ് ആണ് ഈസ്, ആർ, ആം എന്നൊക്കെ പറയുന്നത്. ഇനി അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ്സ് ഓർ മോഡിഫൈ ദ നൗൺ ഓർ പ്രൊനൗൺ. മീൻസ് ഒരു സാധനത്തെ പറ്റി കുറച്ചുകൂടെ ഇൻഫോർമേഷൻ, ഗിവിങ് മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദ. ഇപ്പോ മൗണ്ട് എവറസ്റ്റ് ഈസ് എ മൗണ്ടൻ, മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹൈയസ്റ്റ് മൗണ്ടൻ. അപ്പൊ നമ്മൾ ഹൈയസ്റ്റ് അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്ന വാക്കുകളൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഇൻഫോർമേഷൻ കൊടുക്കണുണ്ട്. കാരണം അതാണ് ഭയങ്കര വലുത്, ചെറിയൊരു മൗണ്ടൻ അല്ല, വലുതാണ് എന്നുള്ളൊരു കുറച്ചും കൂടുതൽ ഇൻഫോർമേഷൻ കൊടുക്കണുണ്ട്. ഇനി adverb എന്ന് പറഞ്ഞാൽ adverbs means modifying. Adverb modifies verbs, adjectives and other adverbs telling how, when, what or where. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, എപ്പോ, എന്ത്, എവിടെ വെച്ച്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് adverb. Quickly, happily, here, very. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി preposition shows the relationship between noun and other words in the sentence. ഒരു നൗണും ബാക്കി ആ ഒരു സെന്റൻസിൽ വരുന്ന വേർഡ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനാണ് preposition യൂസ് ചെയ്തത്. ഇനി കൺജങ്ഷൻസ് മീൻസ് എന്തിനാണ്? കണക്റ്റിംഗ് വേർഡ്സിനെയാണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് കണക്ട്സ് വേർഡ്സ്, ഫ്രേസസ്, ക്ലോസസ് ടുഗെദർ ഇൻ ടു എ സെന്റൻസ്. രണ്ട് സെന്റൻസ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇന്റർജങ്ഷൻ മീൻസ് ഇറ്റ് എക്സ്പ്രസസ് സ്ട്രോങ് ഇമോഷൻ or a sudden feeling. എക്സ്ക്ലമേഷൻ മാർക്ക്ഡ് മീൻസ് നമ്മുടെ ഒരു വാവ്, അതൊരു ഇമോഷൻ ആണ്. ഔച്ച്, യായ് എന്നൊക്കെ പറയുന്ന ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഫീലിങ്ങിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഇന്റർജങ്ഷൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് 8 ടൈപ്സ് ഉണ്ട്: നൗൺ, വെർബ്, അഡ്വർബ്, അഡ്ജക്റ്റീവ്, പ്രൊനൗൺ, പ്രൊപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇന്റർജങ്ഷൻ. സോ നൗൺ എന്ന് പറഞ്ഞാൽ തിങ് ഓർ പേഴ്സൺ, വെർബ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ ഓർ എ സ്റ്റേറ്റ്, അഡ്വർബ് ഡിസ്ക്രൈബ്സ് എ
verb. Adjective describes a noun. Pronoun means it is to replace a noun. Preposition means to link a noun to another word. Conjunction means to join two sentences, and interjunction is for short exclamatory sentences. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസും കുറച്ച് സെന്റൻസസും ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് മൈ ക്യാറ്റ്. ക്യാറ്റ് ആണ് അവിടെ നൗൺ. ദേ ലീവ് ഇൻ മാഡ്രിഡ്, അതിൽ മാഡ്രിഡ് ആണ് നൗൺ. ഇനി ഐ ലൈക്ക് ആപ്പിൾ, അതിൽ ലൈക്ക് ആണ് എന്ത് വേർബ് എന്ന് പറയുന്നത്. ഇനി കം ഇൻ പ്ലീസ്, കം മീൻസ് അതൊരു ആക്ഷൻ ആണ്. ഇനി മൈ ക്യാറ്റ് ഈറ്റ്സ് ക്വിക്ലി മീൻസ് അത് ക്വിക്ലി എന്നുള്ള വേർഡ്, സോറി, അപ്പൊ അവിടെ ക്വിക്ലി എന്നുള്ള വേർഡാണ് അഡ്വർബ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈറ്റ് ചെയ്യുന്നത് അത് കുറച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് ക്വിക്ലി യൂസ് ചെയ്തത്. ഇനി അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ്സ് എ നൗൺ ആണ് അല്ലെ. വി ലൈക്ക് ബിഗ് കേക്സ്. സോ ബിഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയത്. ഐ ഹാവ് 3 പെൻസിൽസ്. പെൻസിൽ എത്ര ഉണ്ട്? 3. അപ്പൊ കുറച്ചുകൂടി സ്പെസിഫിക് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻഫോർമേഷൻ നൽകുന്നുണ്ട്. ഇനി ഹി ഈസ് വെരി ക്ലെവർ, ഹി ആണ് പ്രോണൗൺ. ഷീ ഈസ് ഹൈഡിങ് അണ്ടർ ദ ടേബിൾ മീൻസ് എവിടെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലിങ്ക്സ് എ നൗൺ വിത്ത് വേർഡ്. ഹൈഡിങ് ഒരു നൗൺ മീൻസ് എവിടെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി. ഇനി ഐ ആം വെരി ഹംഗ്രി ബട്ട് ദ ഫ്രിഡ്ജ് ഇസ് എംപ്റ്റി. അതിൽ ബട്ട് ആണ് കൺജങ്ഷൻ. ഇന്റർജങ്ഷൻ, വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ കാർ. അതിൽ വാവ് ആണ് ഇന്റർജങ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നൗൺസിനെ പറ്റിയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ പാർട്സ് ഓഫ് സെന്റൻസസ്, പാർട്സ് ഓഫ് സ്പീച്ച് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. ഇതിനെ പറ്റി ഓരോന്നിനെ പറ്റിയിട്ട് നമ്മൾ സ്പെഷ്യൽ വീഡിയോസും അതിന്റെ ടൈപ്സും മോർ എക്സാമ്പിൾസും ആയിട്ട് വരുന്നതായിരിക്കും. സോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണാം. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഇത് കണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ബേസിക്സ് നല്ല തറോ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി നമ്മൾ വരുന്ന എക്സാംസ്, ക്ലാസ് തുടങ്ങിയിട്ട് വരുന്ന എക്സാംസിന് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ടു വാച്ച്.